സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താൻ സാധിക്കാത്ത അക്കൗണ്ട് ഉടമകളിൽ നിന്നും 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം ബാങ്കുകൾ പിഴയായി ഈടാക്കിയത് 7086 കോടി രൂപ. പിഴ ഒഴിവാക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നോക്കാം. സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താൻ സാധിക്കാത്ത അക്കൗണ്ട് ഉടമകളിൽ നിന്ന് വൻ പിഴയാണ് ബാങ്കുകൾ ഈടാക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം ബാങ്കുകളിൽ നിന്ന് പിഴയായി ഈടാക്കിയത് 7086 കോടി രൂപയാണ്. പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇതിൽ ഏറ്റവും കൂടുതൽ പിഴ ഈടാക്കിയിരുന്നത് സ്വകാര്യ ബാങ്കുകളാണെന്നതാണ് യാഥാർത്ഥ്യം. മൊത്തം 4948.71 കോടി രൂപയാണ് സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് മാത്രമായി ഇത്തരത്തിൽ ഈടാക്കിയിട്ടുള്ളത്. മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കുന്നതിനായി ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധന എത്രയാണെന്നത് പരിശോധിക്കണം. നെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് ചാർജസ് വിഭാഗം വഴി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ നോൺ മെയിൻ്റനൻസ് ചാർജ് അല്ലെങ്കിൽ MAB പെനാൽറ്റി എന്ന പേരുകളിൽ പണം ഈടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. സ്ഥിരമായി മിനിമം ബാലൻസ് സൂക്ഷിക്കാൻ പ്രയാസമുള്ളവർ SBIയിലോ മറ്റ് പൊതുമേഖലാ ബാങ്കുകളിലോ RBI അംഗീകാരമുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലോ സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ആരംഭിക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. RBI അംഗീകൃത ബാങ്കുകളിൽ BSBD അഥവാ ബേസിക് സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിലൂടെ മിനിമം ബാലൻസ് തുകയില്ലാതെ തന്നെ അക്കൗണ്ട് നിയമപരമായി തന്നെ കൈകാര്യം ചെയ്യാനും സാധിക്കും. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾക്ക് ബാങ്കുകൾ ഒരിക്കലും മിനിമം ബാലൻസ് പിഴ ഈടാക്കുകയില്ല. അത്തരത്തിലുള്ള ഭയമുള്ളവർക്ക് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ തുടങ്ങാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.